ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഒരു യൂണീക്കാണ്. അതായത് യൂഷ്വലി ഉള്ള ആ ഒരു യൂഷ്വൽ വീഡിയോസ് പോലെയല്ല, ഇന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ യൂഷ്വലി നമ്മൾ കുക്ക് ചെയ്യുന്നത് എൻഡ് ഓഫ് ദി വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് ഞാൻ പ്ലാൻ ചെയ്ത് കുക്ക് ചെയ്ത് നമുക്ക് ആദ്യം വെക്കാം, യുണീക്ക് ആയില്ലേ? അപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ച്, അപ്പോൾ ഞാൻ ഇന്നൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. മിൽക്കാണ്. ഞാൻ യൂഷ്വലി ചായ അഡിക്റ്റാണ്. പക്ഷെ ഞാൻ ഇവിടെ വന്നപ്പോൾ ചായ കുടിക്കുന്നത് നിർത്തി. ഓഫീസിൽ തരുന്ന ചായ കുടിക്കും, അല്ലാതെ വീട്ടിൽ ചായ വെച്ച് കുടിക്കുന്നത് ഞാൻ ചെയ്യാറില്ല ഇപ്പോൾ. അപ്പം ചായ വെച്ച് കുടിക്കാനായിരുന്നു പ്ലാന്. അടുത്ത ചേച്ചി നോക്കിക്കൊണ്ടിരിക്കുക. എൻ്റെ വീട് എനിക്ക് വരൂല, എനിക്കിത് സംസാരിച്ച് കിട്ടൂല. ഞാൻ ഇൻട്രോവേർഡാണ് ഗൈസ്. ഞാൻ ഈ വീഡിയോ കാണുന്ന പോലൊന്നും അല്ല, ഞാൻ പക്ക ഇൻട്രോവേർഡാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞാൻ പാല് വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് ചായ കുക്ക് ചെയ്യാം. ചായ ഉണ്ടാക്കി കുടിച്ചാലേ ഒന്ന് എനർജി ആവുള്ളൂ. ആഫ്റ്റർനൂൺ ഭക്ഷണം അങ്ങോട്ട് സെറ്റായില്ല. ഞാൻ കുറച്ച് കഴിച്ചുള്ളൂ. അപ്പോൾ എനിക്ക് അതിൻ്റെ വിശപ്പുണ്ട്. അപ്പോൾ കഴിച്ച എനർജി ആയിട്ട് നമ്മൾ ഇന്നൊന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിന് മുമ്പ് ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ്. നല്ല ഔട്ട്ഫിറ്റാണ്, പക്ഷേ ഇതെല്ലാം ഭംഗിയുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇത് മറ്റേ ഹെൽമെറ്റ് വെച്ച് ഒന്ന് അമർത്തിയതാണ്. അപ്പോൾ അത് ദശയോട് കൂടിയിട്ട് പെട്ടതാണ്. അതിൻ്റെ അടയാളമാണിത്. അല്ലെങ്കിൽ കുറച്ച് രസം ഉണ്ടാവും. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അതേപോലെ തന്നെ ഇന്ന് ഞാൻ വേറൊരു കാര്യം കൂടി ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പുതിയ ഐലൈനർ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതായിരുന്നു കുറച്ച് കാണുന്നുണ്ട് ഇത്. ഓക്കെ, സ്റ്റുഡിയോന്ന് വാങ്ങിച്ചതാ. നല്ലതാ, വാങ്ങിക്കുന്നവർ വാങ്ങിക്കാം. ഓക്കെ, നമ്മൾ ചായ വയ്ക്കുന്നു. ആഫ്റ്റർ ദാറ്റ് നിങ്ങൾക്ക് ഇതിൽ ക്യാപ്ഷനിൽ കാണാം. ഓക്കെ, നിങ്ങൾക്ക് ഓൾറെഡി അറിഞ്ഞു കാണും, പക്ഷെ എന്നാലും ഞാൻ പറയുന്നില്ല. ഇന്നത്തെ പരിപാടി. അപ്പോൾ നമുക്ക് ആദ്യം ചായ വെക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ചായ വെച്ചുകൊണ്ടിരിക്കാം. ഇന്ന് ഞാൻ ഫുൾ ടയേർഡാണ് ഗൈസ്. ഭക്ഷണം മര്യാദയ്ക്ക് കഴിക്കാത്തതുകൊണ്ടാണ്. ഓക്കെ, എൻ്റെ കണ്ണ് മിന്നുന്നുണ്ടല്ലേ, അത് ഒരു ടൈപ്പ് സാധനമാണ്, അതാണതിങ്ങനെ. ഓക്കെ, അതല്ല ഇമ്പോർട്ടൻ്റ്. ഇപ്പം ചായ ഞാൻ കുറച്ച് ആൾക്കാർ പാല് ചൂടായതിന് ശേഷം ഷുഗർ ഇടുക, അല്ലെങ്കിൽ ഷുഗർ ലാസ്റ്റ് ഇടുക, പിന്നെ പൊടികൾ കാര്യങ്ങളൊക്കെ പിന്നെ ഇടും. അങ്ങനെ എന്തൊക്കെ ചെയ്യും. ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. വെള്ളം ഒഴിക്കാറില്ല പാലിൽ. പാൽ ഒഴിച്ചതിന് ശേഷം ഷുഗർ ഇടും. എല്ലാം ഒരുമിച്ചിട്ട് തിളപ്പിക്കും. പിന്നെ ഇഞ്ചി വേണമെങ്കിൽ കുറച്ചിടും, കുടിക്കും. ഈ ചായ എന്നൊക്കെ പറയുന്ന സാധനം നമ്മുടെ ഒരു വികാരം, ഈ ഹ്യൂമൻ ബീങ്ങിൻ്റെ ഒരു വികാരത്തിൻ്റെ ഒരു ഭാഗമാണ്. സോ പല ആൾക്കാരും നീ ചായ കുടിക്കുന്നത്, നീ അങ്ങനെയാവും അത് പറയുമ്പോൾ അത് മനസ്സിനുള്ളിലൊരു ഹേർട്ടിങ് ആണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ചായയൊക്കെ കുടിച്ച് അങ്ങോട്ടൊന്ന് എനർജി ആയിട്ടിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഇൻസ്റ്റഗ്രാം QA എഡിഷനാണ്. ഓക്കെ, ഇപ്പോൾ കുറച്ച് വെറൈറ്റി അല്ലേ? ഒരു വെറൈറ്റി ഇല്ല. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ എനിക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോന്നായിട്ട് ആൻസർ ചെയ്യാം. എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറ്റില്ല. കുറച്ച് സ്റ്റുപ്പിഡായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ അങ്ങോട്ട് മാറ്റി കളഞ്ഞു. ഓക്കെ, കുറച്ച് നല്ല രസകരമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, സിമ്പിൾ ക്വസ്റ്റ്യൻസ്, ആൻസർ എനിക്ക് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇപ്പോൾ എടുത്തു വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം ഞാൻ ലാപ്ടോപ്പൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം, ആൻസർ പറയാം. ഓക്കെ, ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഓക്കെ, നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമുക്ക് പേരൊന്നും പറയണ്ട കേട്ടോ, ID ഒന്നും പറയണ്ട, ഇൻസ്റ്റഗ്രാം ID ഒന്നും പറയണ്ട. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, വാട്ട് ഈസ് യുവർ ഫുൾ നെയിം? എൻ്റെ ഫുൾ നെയിം എന്താണെന്ന് ചോദിക്കുന്നത്? ഹർഷ ഹരിദാസ്. ഓക്കെ, ഇതാണ് എൻ്റെ ഫുൾ നെയിം. എന്ത് ക്വസ്റ്റ്യനായത്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എത്ര പേര് ക്വസ്റ്റ്യൻസ് ചോദിച്ചു ടിൽ നൗ? ഐ തിങ്ക് 20-25 ആ ടൈമിൽ. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് അടുത്ത ക്വസ്റ്റ്യൻ ഒരു രസമില്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ് ഗൈസ്. അടുത്തത്, വെൻ എക്സ്പെക്റ്റഡ് യുവർ നെക്സ്റ്റ് വ്ളോഗ്സ് ഈസ്? ഓക്കെ, നെക്സ്റ്റ് വ്ളോഗ് എന്ന് പറയുന്നത് മേ ബി ടുമാറോ ആയിരിക്കാം. ഓക്കെ, എനിക്കങ്ങനെ പ്ലാനൊന്നുമില്ല. ഞാൻ ഇടുന്നു. എനിക്ക് തന്നെ അറിഞ്ഞൂടാ അത് എപ്പോഴാണ്. മാക്സിമം 2 ഡേയ്സിൻ്റെ ഉള്ളിൽ ഒരു വീഡിയോ ഇട്ട് 2 ഡേയ്സ് 3 ഡേയ്സിൻ്റെ ഉള്ളിൽ നെക്സ്റ്റ് വ്ളോഗ് വരും. ഓക്കെ, നെക്സ്റ്റ് വേറൊരു ക്വസ്റ്റ്യൻ ആണ്, ഹൗ മച്ച് ഡു യു ലവ് മീ? ഇത്ര ആരാന്ന് അറിഞ്ഞൂടാ, ഇത്ര. ഓക്കെ, ഹാപ്പി ആയിരിക്കുകയാണെങ്കിൽ ഇരുന്നോട്ടെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എന്ത് ഇങ്ങനെ ചോദ്യം? DM எல்லாம் பண்ண மாட்டீங்களா? ஸோ தமிழானே.
DM എല്ലാം പണ്ണ മാറ്റി. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് ചാനൽ ലിങ്ക് എന്നോട് എൻ്റെ ബയോയിൽ ഉണ്ടാവും. ഓക്കെ, ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാവും, ഇല്ലെങ്കിൽ ഞാൻ അയച്ചുതരാം, നോ ഇഷ്യൂസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്ലേസ് എവിടെയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ പ്ലേസ് എന്ന് പറയുന്നത് പാലക്കാടാണ് എൻ്റെ നാട്. സോ ഞാൻ വർക്ക് ചെയ്യുന്നത് ഈറോഡാണ്, ഭവാനിയിൽ. സോ ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന എവിടെയാണ്, ശരിക്കും എൻ്റെ നാട് പാലക്കാട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കമ്മിറ്റഡ് ആണോ? യെസ്, ഞാൻ കമ്മിറ്റഡ് ആണ്. ഓക്കെ, ആഫ്റ്റർ ചേച്ചി ഏജ് എത്രയാ? ഓക്കെ, എൻ്റെ ഏജ് എത്രയാണെന്ന് ചോദിക്കുന്നത്, നോ പ്രോബ്ലം, 22. വലിയ പ്രായമൊന്നും ആയിട്ടില്ല. ഓക്കെ, കുറേ പേര് ചാനലിൻ്റെ ലിങ്കാണ് ചോദിച്ചിട്ടുള്ളത്, ഞാൻ അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, BTS റിലേറ്റഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, JK ഓർ V? ഓക്കെ, അവരൊക്കെ BTSലുള്ള 2 ആൾക്കാരാണ്. കുറേ പേരുണ്ട്, അതിൽ 2 പേരാണ്. അപ്പോൾ അതിൽ ആരാന്നാണ് ചോദിച്ചിട്ടുള്ളത്? JK. എനിക്ക് അറിഞ്ഞൂടാ, JK എനിക്കിഷ്ടമാണ്. ഓക്കെ, ഹിസ് ഹാൻസം. ഓക്കെ, സോ ആഫ്റ്റർ ദാറ്റ് വൺ അഡ്വൈസ് ഫോർ ഫ്രണ്ട്ഷിപ്പ്. അത് എന്നോട് എന്നെ ചോദിക്കണം. എനിക്ക് ഫ്രണ്ട്സ് ഇല്ല ഗൈസ്, എനിക്ക് പൊതുവെ ഫ്രണ്ട്സ് ഇല്ല. ഓക്കെ, എനിക്ക് ഫ്രണ്ട്സ് ഇല്ല എന്നല്ല, എനിക്കുണ്ട്, പക്ഷെ കുറച്ച് ഫ്രണ്ട്സ് ഉള്ളൂ. അത് ലേഡീസ് ഉണ്ടാവില്ല, എനിക്ക് 1-2 ലേഡീസ് ഉള്ളൂ ഫ്രണ്ട്സ്. ബാലൻസ് എല്ലാം എനിക്ക് ബോയ്സ് ആണ്. ഓക്കെ, സോ ഒരു അഡ്വൈസ് തരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അറിഞ്ഞൂടെ ഗൈസ്. ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എനിക്ക് അറിഞ്ഞൂടെ ഗൈസ്. അല്ല, എനിക്ക് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് വല്ല വാല്യൂ അറിഞ്ഞാലല്ലേ ഞാൻ പറയാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരെ ഹേർട്ട് ചെയ്യാതിരിക്കുക. അവരെ എന്താ പറയുക, അവരെ ഹേർട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് മെയിൻ. ട്രസ്റ്റ് ഇല്ലാതെ ആക്കരുത് ഒരിക്കലും, അത്ര എനിക്ക് പറയാനുള്ളൂ. എന്തിനും ഏതിനും കൂടെ നിൽക്കുക, പക്ഷെ ട്രസ്റ്റ്, ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, ഏതൊരു റിലേഷൻഷിപ്പ് ആണെങ്കിലും ട്രസ്റ്റ് എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് എല്ലാ റിലേഷൻഷിപ്പിലും. ഈവൻ ലവ് ആണെങ്കിലും ശരി, ഫ്രണ്ട്ഷിപ്പ് ഓർ എനിത്തിങ്, ആ ഒരു ട്രസ്റ്റ് ആണ് മെയിൻ. സോ അത് ഒരിക്കലും ബ്രേക്ക് ചെയ്യരുത്, അത്ര എനിക്ക് പറയണം. എനിക്ക് വലുതായി ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് അറിവില്ല. സോ അതുകൊണ്ട് ഇതാണ് എൻ്റെ അഡ്വൈസ്. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് യുവർ ഫ്യൂച്ചർ പ്ലാൻ? എൻ്റെ ഫ്യൂച്ചർ പ്ലാൻ. ഓക്കെ, എൻ്റെ നല്ല ക്വസ്റ്റ്യൻ, ഇനി വരുന്നൊക്കെ നല്ല ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയുന്നത്, ഞാനിപ്പോൾ HR ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മേ ബി കുറച്ചുകൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടൊരു നല്ല സാലറിയിൽ, യു നോ ദാറ്റ് ലൈക്ക് HR-ന് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ സാലറി കുറവാണ്. അപ്പോൾ എനിക്ക് ആദ്യം HR-ലുള്ള വർക്കൊക്കെ പഠിക്കണം എന്നുള്ളതാണ് ആഗ്രഹം. പഠിച്ചതിന് ശേഷം ഒരു നല്ല ജോബിൽ നല്ല പൊസിഷനിൽ ഇരിക്കുക എന്നുള്ളതാണ്. മെയിനായിട്ടൊരു HR മാനേജർ ആവണമെന്നാണ്. പക്ഷേ അതിനേക്കാളും മെയിനായുള്ള അതായത് ആ വർക്ക് ചെയ്യണം. പക്ഷേ എനിക്ക് അതർ ദാൻ എൻ്റെ വലിയൊരു ഡ്രീം അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ പ്ലാൻ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ബിസിനസ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അതായത് ഞാൻ കുറേ ബിസിനസ് ചെയ്യുന്നുണ്ട്, ബട്ട് കുറേയല്ല, ഇപ്പം ഞാൻ സ്റ്റിൽ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പം എൻ്റെ ബിസിനസ് കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുപോകണം. എനിക്കൊരു 2 ബിസിനസ് കൂടി പ്ലാനിങ് ഉണ്ട്. അപ്പോൾ ഞാൻ ചെറുതായിട്ട് ചെയ്യാനുള്ള പ്ലാൻ. അപ്പോൾ അത് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. സോ എനിക്ക് എന്താ പറയുക, ഒരു ഓൺട്രപ്രണർ ആവണമെന്നാണ് ആഗ്രഹം. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഫ്യൂച്ചർ പ്ലാൻ. പിന്നെ എനിക്ക് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇനി ഫ്യൂച്ചർ എന്തെങ്കിലും പഠിക്കണം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ തീരുമാനിച്ചില്ല. MPhil മേ ബി അങ്ങനെ പഠിക്കണം എന്നാണ് ആഗ്രഹം. സോ ഇതാണ് എൻ്റെ ഫ്യൂച്ചർ പ്ലാൻ. വലിയ ഫ്യൂച്ചർ പ്ലാൻ ഒന്നുമില്ല, ഇതൊക്കെയാണ്. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഐ ലവ് യു ആണോ? അറിഞ്ഞൂടാ. ഓക്കെ ഗായ്സ്, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് സക്സസ് ഇൻ യുവർ പേഴ്സ്പെക്റ്റീവ്? എൻ്റെ പേഴ്സ്പെക്റ്റീവിൽ സക്സസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് നല്ല ക്വസ്റ്റ്യൻ ആട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നല്ല ക്വസ്റ്റ്യൻ, പക്ഷേ എനിക്ക് ആൻസർ പറയാനുള്ള മെച്യൂരിറ്റി ഇല്ലയെന്ന് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ പേഴ്സ്പെക്റ്റീവിൽ സക്സസ് എന്ന് പറയുന്നത് ലൈക്ക് അതായത് എനിക്ക് അറിഞ്ഞുകൂടാ, എൻ്റെ തിങ്കിങ് ഇങ്ങനെയാണ്. ഫസ്റ്റ് സക്സസ് നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളതാണ്. അതിപ്പോൾ ആരായാലും, ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും ഇൻഡിപെൻഡൻ്റ് ആവുക. സ്വന്തമായിട്ടൊരു കാര്യം തീരുമാനിച്ച് അത് ചെയ്യാനുള്ള ആ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യാൻ നമ്മൾ റെഡി ആവുന്ന ആ ടൈമിൽ, അപ്പോൾ അങ്ങനെ ചെയ്യുക. ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അവിടെ സക്സസ് ആയി എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, നമ്മൾ എന്തും ഒരു നെഗറ്റീവോ പോസിറ്റീവോ എന്ത് വന്നാലും നമ്മൾ തനിച്ച് നിന്നിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ലൈഫിൽ സക്സസ് ആയിട്ടുള്ള മൊമെൻറ്റ്. പിന്നെ കുറേ കാര്യങ്ങളുണ്ട് ആക്ച്വലി. അതായത് നല്ലൊരു ഫാമിലി എന്ന് പറയുന്ന കാര്യം ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ. അത് എത്ര പേര് യോജിക്കുന്ന അറിഞ്ഞുകൂടാ, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ. അപ്പം നമുക്കൊരു നല്ലൊരു ഫാമിലി കിട്ടുക, നല്ലൊരു പാർട്ട്ണർ കിട്ടുക എന്നുള്ളതൊക്കെയാണ് എൻ്റെ പേഴ്സ്പെക്റ്റീവിൽ. നല്ലൊരു ഫ്രണ്ട്സ് കിട്ടുക, അതായത് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ നമ്മളെ ഹാപ്പിയായി വെക്കുകയാണ്, നമ്മൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതാണ് എൻ്റെ ലൈഫിൽ സക്സസ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഇങ്ങനെയുള്ള വലിയ ക്വസ്റ്റ്യൻ ആൻസർ അറിഞ്ഞുകൂടാ.
ഓക്കെ, അപ്പോൾ ഇന്ന് മണ്ടത്തരങ്ങളായിരിക്കും ഞാൻ വിളിച്ചു പോകുന്നത്. ഓക്കെ, സോ നല്ല ആൻസർ ഒന്നും ആയിരിക്കില്ല, തോന്നിയത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, ഹായ് സീനിയർ, ഷെയർ സം അൺഫോർഗറ്റബിൾ എനിക്ക് കണ്ണ് കാണൂല ഗൈസ്, എൻ്റെ പ്രശ്നം അതാണ്, എനിക്ക് കണ്ണ് കാണില്ല. അൺഫോർഗറ്റബിൾ മെമ്മറീസ് ഇൻ HVBS. സോ ഹാപ്പി വാലി ബിസിനസ് സ്കൂൾ എന്നാണ് പറയുന്നത്, ഞാൻ പഠിച്ച സ്കൂൾ, കോളേജ്. ഓക്കെ, അപ്പോൾ ഷെയർ സം അൺഫോർഗറ്റബിൾ മെമ്മറീസ് എല്ലാം, അതായത് എനിക്ക് എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത നമുക്ക് കുറേ മെമ്മറീസ് എവിടെ നിന്നെങ്കിലും കിട്ടിയിട്ടുണ്ടാവില്ലേ, അത് മാക്സിമം കിട്ടുന്നത് എൻ്റെ കോളേജിൽ നിന്നാണ്, MBA കോളേജിൽ നിന്ന്. ആ 2 വർഷം ഇരുന്നിട്ടുള്ളൂ, പക്ഷേ 2 വർഷം എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അതിൽ നല്ല കാര്യങ്ങൾ പറയുവാണെങ്കിലും ചായ കുടിക്കാൻ പോയത്, എനിക്ക് അറിഞ്ഞൂടെ, ചായ കുടിക്കാൻ പോയത് എനിക്ക് ഞാൻ മിസ് ചെയ്യുന്നുണ്ട്, ആ ലൈഫ് ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ തനിച്ചാണ്, അവിടെയും തനിച്ചായിരുന്നു, പക്ഷെ എന്നാലും ഇവിടെയും തനിച്ചാണ്. അവിടെ പക്ഷേ ഫ്രണ്ട്സ് ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷേ ഇവിടെ ഞാൻ ഒടുക്കത്തെ തനിച്ചായി പോയി. എനിക്കൊന്നും ഈ ചായ കുടിക്കാൻ പോലും ആൾ കിട്ടുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഈസ് യുവർ ഇൻസ്പിറേഷൻസ് ടു സ്റ്റാർട്ട് എ യൂട്യൂബ് ചാനൽ? അങ്ങനെ ചോദിച്ചാൽ ഒരു വ്യക്തി, അതായത് ഞാൻ തന്നെയാണ്, അതായത് ഞാനാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ തനിച്ചാണ്. സോ തനിച്ചായപ്പോൾ ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, അങ്ങനെ ചിന്തിച്ച് തുടങ്ങിയതാണ്. ടെൽ മീ 1 സ്ട്രെങ്ത് ആൻഡ് 1 സൂപ്പർ സ്ട്രെങ്ത് ഓഫ് യോഴ്സ്. സ്ട്രെങ്ത് കാലിനടുത്ത് തലയിൽ മുട്ടിക്കുന്നത് സൂപ്പർ സ്ട്രെങ്ത്, ഇത് സൂപ്പർ സ്ട്രെങ്ത്. പിന്നെ പെട്ടെന്ന്, അതായത് എനിക്കൊരു ബന്ധമില്ലാത്തൊരു കാര്യങ്ങൾ പഠിക്കുന്നത് എൻ്റെ സ്ട്രെങ്ത്. ഓക്കെ, എനിക്ക് ക്വസ്റ്റ്യൻ ഇഷ്ടപ്പെട്ടു. എനിക്ക് കണ്ണ് കാണുന്നില്ല ഗായ്സ്, എല്ലാവരും ഏജാണ് ചോദിക്കുന്നേ. 22, എൻ്റെ ഏജ് 22. കാണുമ്പോൾ കുറച്ച് പ്രായം തോന്നിക്കുമായിരിക്കും, പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. 22. ഫേവറേറ്റ് തമിഴ് ഫിലിം? ആക്ച്വലി തമിഴ് ഫിലിം എന്ന് പറയുമ്പോൾ എനിക്കൊരു ഒരു പെർട്ടിക്കുലർ ആയിട്ട് ഒരു ഫിലിം എനിക്ക് എടുത്ത് പറയാൻ പറ്റില്ല. ഓക്കെ, ബിക്കോസ് എനിക്ക് ഒരുപാട് ഫിലിംസ് ഇഷ്ടമാണ്. അതായത് എനിക്ക് ഈ ഓവർ ആക്ടിങ് അങ്ങനത്തെ ഒന്നും എനിക്കിഷ്ടമല്ല. എനിക്ക് എന്തെങ്കിലും മെസ്സേജ്, അതായത് പരിയേരും പെരുമാൾ ഇങ്ങനെയുള്ള മൂവീസ് ഉണ്ടാവില്ലേ, എനിക്ക് അങ്ങനത്തെ മൂവീസാണ് ഒത്തിരി ഇഷ്ടം. വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ഫുഡ്? ഓക്കെ, ഫേവറേറ്റ് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഫ് ബിരിയാണി. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡു യു സ്റ്റാർട്ട് യുവർ ഡേ? അമ്മയോട് സംസാരിക്കും, അല്ലല്ല ബോയ് ഫ്രണ്ടിനോട് സംസാരിക്കും. സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. വാട്ട് ഈസ് യുവർ ഹോബി? ആക്ച്വലി മുമ്പ് എൻ്റെ ഹോബീസ് എന്ന് പറയുന്നത് ക്രാഫ്റ്റ് ചെയ്യുക, പെയിൻറ്റിങ്, അതേപോലെ അങ്ങനെയുള്ളതൊക്കെ ആയിരുന്നു. ട്യൂഷൻ എടുത്ത് കൊടുക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പം ഒന്നുമില്ല. ഇപ്പം എൻ്റെ ഹോബി ഇല്ല. അപ്പോൾ ഇൻസ്റ്റാഗ്രാം വീഡിയോസിൻ്റെ ഉള്ളിൽ കിടക്കും ഞാൻ, യൂട്യൂബ് വീഡിയോസിൻ്റെ ഉള്ളിൽ. സോ എൻ്റെ മുമ്പത്തെ ഹോബീസ് അങ്ങനെ നല്ല നല്ല ഹോബീസ് ആയിരുന്നു. ഇപ്പോൾ ഒന്നിനും ഞാൻ കൊള്ളൂല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് എ പീസ് ഓഫ് അഡ്വൈസ് യു ഹാഡ് ഗിവ് ടു യുവർ യങ്ങർ സെൽഫ്? അതായത് എൻ്റെ യങ്ങർ സെൽഫിന് ഞാൻ എന്താണ് അഡ്വൈസ് കൊടുക്കുക എന്നുള്ള, മര്യാദയ്ക്ക് പഠിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ ഗായ്സ്, അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞു. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ബട്ട് അതൊക്കെ സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യൻസ് ആണ്, നമുക്കത് ആവശ്യമില്ല. സോ ഐ തിങ്ക് ഈ വീഡിയോ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ.